ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ക്ലാസ്സിൽ എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു എക്കണോമിക്സ് എന്താണെന്നും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളെ കുറിച്ചിട്ടും അവരുടെ ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷനും അതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക്സ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ഹ്യൂമൻസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈർസ്, ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് നേടിയെടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് സേവനങ്ങൾ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈർസ് ഉണ്ട്. ബട്ട് എന്താണ്, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റഡ് ആണ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. നമ്മൾ ലാൻഡ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൻഡിൽ നമുക്ക് വീട് വയ്ക്കണം, അതുപോലെ തന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ലാൻഡ് കൊണ്ട് നമുക്ക് വരുന്നുണ്ട് അല്ലേ. ആ ഒരു ഓൾട്ടർനേറ്റീവ് യൂസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, ആ രീതിയിൽ ആ ഒരു എക്കണോമി മുന്നോട്ടേക്ക് പോകുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ പറഞ്ഞ നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രൊഡക്ഷൻ, ഉൽപാദനവും അതുപോലെ അതിൻ്റെ ഫാക്ടേഴ്സുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം? നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, ഏതൊരു കാര്യവും നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാറ് വാങ്ങാറുണ്ട്. ഓക്കെ, ഒരു കാറ് വാങ്ങുന്ന സമയത്ത് എന്താണ്, നമ്മളതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട്, ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാറ് വാങ്ങാറുള്ളത് അല്ലെ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാറ് വാങ്ങുന്നത് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടാണ്. അല്ലാതെ നമുക്ക് 2 ടയർ കിട്ടിയതുകൊണ്ട്, ഒരു സ്റ്റിയറിംഗ് കിട്ടിയതുകൊണ്ട് കാറിന്റെ പർപ്പസ് നമുക്ക് ഉണ്ടാവില്ല. അതിന് എന്താണ്, ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണം അല്ലെ. നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കാറ് കിട്ടണം. എങ്ങനെ ആ ഒരു കാർ നമുക്ക് ലഭിക്കും? ഒരുപാട് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ പോയിട്ടാണ് ആ ഒരു കാർ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുക അല്ലെ. കാർ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഫുഡ് ഐറ്റംസ് തന്നെ. ഇപ്പൊ നെല്ല് നമുക്കൊരു കതിരായിട്ട് ലഭിച്ചിട്ട് കാര്യമില്ലല്ലേ, അത് നമുക്ക് ഫൈനൽ അരിയായിട്ട് തന്നെ നമുക്ക് ലഭിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് യൂസ് ഉണ്ടാവത്തുള്ളൂ. ആ രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഫൈനൽ കൺസെപ്ഷന് വേണ്ടിയിട്ട്, ഫൈനൽ യൂസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ, SCERT കൊടുത്ത ഡെഫിനിഷൻ വായിക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ അല്ലെ. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന ആവശ്യങ്ങളുണ്ട്. ആ ഒരു ആവശ്യങ്ങൾ, എനിക്കിപ്പോൾ കാറ് വാങ്ങണം, വീട് വയ്ക്കണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വാങ്ങണം, ബൈക്ക് വേണം, അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങൾ, കാറായാലും ബൈക്കായാലും വീടായാലും എന്തായാലും അത് നിർമ്മിക്കാൻ വേണ്ടി ചില പ്രോസസ്സിലൂടെ കടന്നു പോകണം അല്ല. ഏതൊരു എക്കണോമി എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ആ ഒരു പ്രോസസ്സിന്റെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയും. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫൈനൽ കാര്യത്തെ നമ്മൾ എന്ത് വിളിക്കും? പ്രൊഡക്റ്റ് എന്ന് വിളിക്കും അല്ലെ. ഉൽപാദന ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ആണ്, ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം. നമുക്കിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറും ഗോതമ്പ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. അതിനെന്താണ്, അത് ഗോതമ്പ് വെച്ചിട്ട് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അതിന് മെഷീൻസും കാര്യങ്ങളും. ഗോതമ്പ് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് മെഷീൻസ് നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം അതിനെ നമുക്ക് ബ്രെഡാക്കി മാറ്റിയെടുക്കണം. അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലേ. ആ ഒരു ഘട്ടങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ വാഹന നിർമ്മാണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. എന്തൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലേ. എന്ത് കാര്യം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു കുട പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സ് എല്ലാ എക്കണോമിയിലും ഒരുപോലെ തന്നെയാണ്. അത് ഏതൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഫാക്ടേഴ്സോ
പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ, ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഉൽപാദന ഘടകങ്ങൾ അഥവാ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിൽ വിളിക്കും അല്ലെ. പ്രധാനമായിട്ട് നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് അഥവാ ഭൂമി, ഒന്നാമത്തെ ഫാക്ടറാണ് ലാൻഡ് അഥവാ ഭൂമി. ഇതിൽ ഓരോന്ന് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു പറയും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫൈനൈറ്റ് ആണല്ലേ, ഫൈനൈറ്റ് ആയുള്ള ഭൂമിയാണ് നമുക്ക് ലഭ്യമായുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ അതിർത്തി പറയുകയാണെങ്കിൽ ഇത്രയാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ തെറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭൂമി മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നമുക്ക് ലഭ്യമായിട്ട് വരുന്നുള്ളൂ അല്ലേ. സോ ഒരു ഫൈനൈറ്റ് ലാൻഡ് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളും നടത്തണം. ഒന്നാമത്തെ ഫാക്ടറാണ് ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ലാൻഡ് മാത്രം മതിയോ? നമുക്കിപ്പോൾ ഞാൻ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കണം, ഞാനൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി എന്ന് വിചാരിക്കണം. ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ എന്താ ചെയ്യുക? ആ ഒരു കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂമി എടുക്കും അല്ലേ, അവിടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ നിർമ്മിക്കും. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കാർ എക്സ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണിത്. അതിന് വേണ്ടിയുള്ള ഭൂമി ഞാൻ ഏറ്റെടുത്തു. ഇനി എന്താണ്? ഇനി അവിടെ കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വേണം അല്ലേ. കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ വേണം. കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വേണം. ആളുകൾ എങ്ങനെയാണ്? ആളുകൾ അധ്വാനത്തിലൂടെയാണ് കാർ നിർമ്മിക്കുക. ലേബേഴ്സ് അവരുടെ അധ്വാനത്തിലൂടെ കാറുകൾ നിർമ്മിക്കും. ഒരുപാട് ലേബേഴ്സ്, സപ്പോസ് എനിക്ക് ഈ ഒരു എക്സ് എന്ന് പറയുന്ന കാർ ഫാക്ടറിയിൽ എനിക്ക് 100 ലേബേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കണം. എക്സ് എന്ന് പറയുന്ന കാർ ഫാക്ടറിയിൽ എനിക്ക് 100 ലേബേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കണം. അവർ ലേബേഴ്സ് എന്ത് വേണം? അവർ ലേബേഴ്സ് കാറ് നിർമ്മിക്കണം അല്ലേ. സോ ലേബേഴ്സ് എങ്ങനെ കാർ നിർമ്മിക്കും? ആകാശത്ത് എടുത്തിട്ട് ലേബേഴ്സിന് കാർ നിർമ്മിക്കാൻ പറ്റില്ലല്ലോ. അതിനെന്ത് വേണം? അതിനെനിക്ക് ക്യാപിറ്റൽ വേണം. ഓക്കെ, ആകാശത്ത് എടുത്തിട്ട് ഒരിക്കലും നമുക്ക് കാർ നിർമ്മിക്കാൻ പറ്റില്ല. അതിനെനിക്ക് എന്ത് വേണം? അതിനെനിക്ക് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് പല രീതിയിലുള്ള ക്യാപിറ്റൽസ് ഉണ്ട്, അത് നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ കാർ നിർമ്മാണം പറയുകയാണെങ്കിൽ മെഷീൻസ് ആവശ്യമായിട്ട് വരും അല്ലേ. അതായത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും കാർ അസംബ്ലി ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് മെഷീൻസ് ആവശ്യമായിട്ട് വരും അല്ലേ. സോ അതൊക്കെ എന്താണ്? ആ ഒരു ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെഷീൻസ് ആണ്. കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ട് വരുന്ന മൂലധനമാണ്, ക്യാപിറ്റൽ ആണ് അത്. അതല്ലെങ്കിൽ നമുക്ക് പണത്തിന്റെ ഫോമിൽ നമുക്ക് പറയാം, എനിക്കിപ്പോൾ എക്സ് എന്ന് പറയുന്ന കാർ നിർമ്മാണ മേഖലയിൽ ഞാൻ ആദ്യം തന്നെ ഒരു 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ക്യാപിറ്റലാണ്, അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്. ഓക്കെ, ആ രീതിയിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആവശ്യമാണ്. ഇത് മാത്രം മതിയോ? അവിടെ ഒരു സംഘാടനം വരുന്നുണ്ടല്ലേ. സോ ഞാൻ ആസ് എൻ ഓൺട്രപ്രണർ എന്ന രീതിയിൽ ഞാൻ ഈ ഒരു എക്സ് എന്ന് പറയുന്ന കാർ കമ്പനി ആരംഭിക്കുന്നു. ഞാനത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം അല്ലേ. അതിനെന്ത് പറയും? സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ പറയും. സോ ഈ ഒരു 4 കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പോയി കഴിഞ്ഞാൽ ഏതൊരു എക്കണോമിയിൽ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ലഭിക്കുമല്ല, പ്രൊഡക്ഷൻ സാധ്യമാവും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 4 കാര്യങ്ങളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ എന്ന പേരിൽ വിളിക്കും. ഓക്കെ, ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഒന്നാമത്തേത് ഭൂമി അഥവാ ലാൻഡ് ആണ്. രണ്ടാമത്തേത് ലേബർ അഥവാ അധ്വാനമാണ്. മൂന്നാമത്തേത് ക്യാപിറ്റൽ അഥവാ മൂലധനമാണ്. നാലാമത്തേത് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ അഥവാ ഓൺട്രപ്രണർ എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഓരോന്നും നമുക്ക് എടുത്ത് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എങ്ങനെയാണ് NCERT കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദോസ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ. എൻ്റെ എക്സ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്താണ്? ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്? കാറാണല്ലേ. അല്ലാതെ 4 ടയർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ടയർ ഉരുട്ടിയിട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഉരുട്ടിയിട്ട് പോകാൻ പറ്റത്തില്ല. ആളുകൾക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ലഭിക്കണം. ഓക്കെ, എങ്ങനെ ലഭിക്കും? ഈ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഗുഡ്സ് ലഭിക്കും അല്ലേ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് ലഭിക്കും. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ് വേണം. ഒരു കാറിന്റെ കമ്പനി, മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് വേണം. ആ ഒരു ലാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ കാറ് നിർമ്മിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ലേബേഴ്സ് ആണല്ലേ. തൊഴിലാളികൾ ആവശ്യമായിട്ട് വരും. ഈ ഒരു
കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികൾ ആവശ്യമായിട്ട് വരും. എൻ്റെ എക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 100 ലേബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കണം. അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റൽസ്, ഒരുപാട് മെഷീൻസ് ആവശ്യമായിട്ട് വരും, പണം ആവശ്യമായിട്ട് വരും. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ ഓർഗനൈസേഷൻ, സംഘാടനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതും ആവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഓരോ ഫാക്ടറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു പഠിക്കണം. അതിൽ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ഫാക്ടർ എന്തായിരുന്നു? ലാൻഡ് അഥവാ ഭൂമിയാണല്ലേ. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലാൻഡ് അഥവാ ഭൂമിയായിരുന്നു. ആ ഒരു ഫാക്ടറിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ആദ്യം നമുക്ക് എന്ത് വേണം? ആ ഒരു പ്രൊഡക്ഷൻ സാധ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയും, ഭൂമി എന്ന ഘടകത്തിൽ നമ്മൾ പെടുത്തുന്നു. ഉൽപാദനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു നാച്ചുറൽ റിസോഴ്സസിനെയും അഥവാ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ഭൂമി എന്ന ഘടകത്തിൽ പെടുത്തുന്നു അല്ലെ. അതിലെന്തൊക്കെ നമുക്ക് വരാം? മണ്ണ് വരാം, ജലം വരാം, വായു വരാം, ധാതുക്കൾ വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് നോക്കുകയാണെങ്കിൽ മണ്ണ് വരുന്നുണ്ട്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, ഇതൊക്കെ നമ്മുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ല. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, ഇതൊക്കെ നമുക്ക് ലാൻഡിൽ വരുന്നതായിട്ട് പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു ലാൻഡിന് നമ്മൾ ഒരു വേതനം അല്ലെങ്കിൽ പ്രതിഫലം നൽകണം അല്ലെ. അതിന് നമ്മൾ എന്ത് പേരിൽ വിളിക്കും? റെന്റ് അഥവാ പാട്ടം എന്ന പേരിൽ വിളിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലൊരു 5 ഏക്കർ ഭൂമിയുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു 5 ഏക്കർ ഭൂമിയുണ്ട്. നിങ്ങൾ ആ ഒരു 5 ഏക്കർ ഭൂമി എന്ത് ചെയ്യുകയാണ്? എനിക്ക് എൻ്റെ കാർ മാനുഫാക്ചറിങ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 5 ഏക്കർ ഭൂമി നിങ്ങൾ എനിക്ക് പാട്ടത്തിന് നൽകുകയാണ്. സോ റെന്റിന് നൽകുകയാണല്ലേ. നിങ്ങൾ റെന്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്യണം? എല്ലാ മാസവും നിങ്ങൾ പറയും, ഈ ഒരു 5 ഏക്കർ ഭൂമിക്ക് നിങ്ങൾ എനിക്ക് 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ നിങ്ങൾ എനിക്ക് വാടക ഇനത്തിൽ തരണം, റെന്റായിട്ട് നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുന്നു അല്ലെ. സോ എൻ്റെ ഭൂമി മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ലഭിക്കുന്ന, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്ത്? റെന്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ചോദ്യമായിട്ട് വരും, ഭൂമിക്ക് നമ്മൾ ലഭിക്കുന്ന പ്രതിഫലത്തെ എന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഭൂമിക്ക് നമ്മൾ നൽകുന്ന പ്രതിഫലത്തെ എന്ത് പേരിൽ നമ്മൾ വിളിക്കും എന്ന രീതിയിൽ ചോദ്യം വരും. എന്താണ്? റെന്റ് അഥവാ പാട്ടം എന്ന പേരിലാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ റെന്റിന് വീടുകളൊക്കെ നമ്മൾ റെന്റിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി പാട്ടത്തിന് നൽകാറുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ വരുമാനം വരുന്നുണ്ട്? ആ ഒരു ഭൂമി സ്വന്തമായിട്ടുള്ള ആളാണെങ്കിൽ അവരെന്ത് ചെയ്യും? റെന്റിന് നൽകും അല്ലെ. മുറികളും അതുപോലെ വീടുകളും കൃഷിയിടങ്ങളും സ്ഥലങ്ങളൊക്കെ നമ്മൾ പാട്ടത്തിന് നൽകാറുണ്ട്. സോ ഭൂമിക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭൂമി യൂസ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്ത് പേരിൽ നമ്മൾ വിളിക്കുന്നത്? റെന്റ് അഥവാ പാട്ടം എന്ന പേരിൽ വിളിക്കുന്നത്. സോ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞു, ഏതായിരുന്നു? ഭൂമിയാണല്ലേ. ഭൂമി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു മണ്ണായാലും ജലമായാലും വനങ്ങളായാലും വായു ആയാലും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ഭൂമി നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് റെന്റ് നൽകണം. നമ്മുടെ സ്വന്തം ഭൂമിയാണെങ്കിൽ നമുക്കതിന് റെന്റ് നൽകേണ്ട ആവശ്യമില്ല. മറ്റ് വ്യക്തികളുടെ ഭൂമിയാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് പാട്ടം അഥവാ റെന്റ് നൽകണമല്ലേ. ഭൗമോപരിതലത്തിലും ഭൗമാന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമെല്ലാമുള്ള പ്രകൃതി വിഭവങ്ങൾ ഭൂമി എന്നതിൽ ഉൾപ്പെടുന്നു. ഭൂമി എന്ന് പറയുമ്പോൾ എല്ലാ പ്രകൃതി വിഭവങ്ങളും വരുന്നുണ്ടല്ലേ. ഫസ്റ്റ് ഫാക്ടറാണ് പറഞ്ഞത്. പ്രൊഡക്ഷന്റെ ഫസ്റ്റ് ഫാക്ടറിൽ ഭൂമി അഥവാ ലാൻഡ് ആണ്. ആ ഒരു ഭൂമിക്ക് നമ്മൾ നൽകുന്ന പ്രതിഫലത്തെ എന്ത് പേരിൽ വിളിക്കും? പാട്ടം എന്ന പേരിൽ വിളിക്കും അല്ലെ. ഭൂമിയുടെ മൊത്തം അളവ് നമുക്ക് ഒരിക്കലും വർദ്ധിപ്പിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ വീടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ട് ഭൂമി ഇത്ര -x കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂമിയുടെ വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഫൈനൈറ്റ് ആണ്. നമുക്ക് അതിൽ ഒരിക്കലും വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഭൂമി എടുത്ത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു കേരളത്തെ നമുക്ക് എടുത്തിട്ട് നോർത്തിൽ കൊണ്ടുപോയിക്കാൻ പറ്റത്തൊന്നുമില്ല. ആ ഒരു ഭൂമി അവിടെ ഫിക്സഡ് ആയിട്ട് കിടക്കുന്നു അല്ലെ. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഭൂമിയെ കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞു ലാൻഡ് ആണ്. ലാൻഡിന് നമ്മൾ നൽകുന്ന പ്രതിഫലം എന്താണ്? പാട്ടം എന്ന പേരിൽ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ രീതിയിൽ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. രണ്ടാമത്തെ എന്താണ്? ലാൻഡ് കഴിഞ്ഞാൽ ലേബർ ആണല്ലേ. തൊഴിൽ എന്ന് പറയും. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. ഓക്കെ, തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ എക്സ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഭൂമി ഓൾറെഡി ഞാൻ
റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഭൂമിക്ക് ഞാൻ റെന്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തായിരുന്നു, എനിക്ക് 100 തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നല്ലേ. സോ 100 തൊഴിലാളികളുണ്ട്. ഈ 100 തൊഴിലാളികൾ എല്ലാ മാസവും എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവർക്ക് എൻഡ് ഓഫ് ദ മന്ത് ഞാൻ എന്ത് നൽകണം, വേജ് അഥവാ കൂലി നൽകണം അല്ലേ. എൻഡ് ഓഫ് ദ മന്ത് ഞാൻ അവർക്ക് വേജ് അഥവാ കൂലി അഥവാ വേതനം നൽകണം അല്ലേ. സോ അധ്വാനത്തിനുള്ള പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, വേതനം അഥവാ കൂലി എന്ന പേരിൽ വിളിക്കുന്നത്. തൊഴിലെന്ന് പറയുമ്പം ലേബർ, അതായത് അധ്വാനം അല്ലെ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഘടകമാണ് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഈ ഒരു തൊഴിലാളികൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാർ മാനുഫാക്ചറിങ് എനിക്ക് സാധ്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് 100 ലേബേഴ്സ് അവിടെ നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഒരു ദിവസം ഇത്ര ലാഭം കിട്ടുക എന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഞാൻ ഹയർ ചെയ്യണം. ഓക്കെ, അവർക്ക് എന്ത് ഞാൻ നൽകണം, അവരൊരിക്കലും ഫ്രീ ആയിട്ട് ജോലി ചെയ്യില്ല. അവർക്ക് എന്ത് നമ്മൾ നൽകണം, വേതനം അഥവാ വേജ് അഥവാ കൂലി നമ്മൾ നൽകണം അല്ലെ. പ്രതിഫലത്തിനായി ചെയ്യുന്ന എല്ലാ കായികവും മാനസികവുമായിട്ടുള്ള അധ്വാനവും തൊഴിൽ എന്നതിൽ പെടുന്നു. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതിഫലത്തിനല്ലാതായിട്ട് ചെയ്യുന്ന ചില ജോലികളുണ്ടാവും. ഇപ്പോൾ വീട്ടു ജോലികൾ പോലെയുള്ള നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമ്മളത് പ്രതിഫലേച്ഛയോട് കൂടി ആയിരിക്കില്ല നമ്മളത് ചെയ്യുന്നുണ്ടാകുക. അങ്ങനെയുള്ള ആ ഒരു ജോലികളെ നമുക്ക് തൊഴിൽ എന്ന വിഭാഗത്തിൽ പെടുത്താനും പറ്റില്ല. നേരെ മറിച്ചിട്ട് എനിക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ ദിവസവും എനിക്ക് കൂലി ലഭിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ജോലി ചെയ്ത് അതിന് കൂലി ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലേബറിൽ അത് പെടുത്താൻ പറ്റും. സോ അധ്വാനത്തിലുള്ള പ്രതിഫലത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്, വേതനം അഥവാ കൂലി അഥവാ വേജ് എന്ന പേരിൽ വിളിച്ചല്ലേ. ആ ഒരു കാര്യം ഓർത്തിടണം, ലാൻഡിന് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലേബറിന് എന്താണ്, വേജ് അഥവാ കൂലിയാണ് നമ്മൾ നൽകുന്നത് അല്ലെ. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. അധ്വാനം അഥവാ ലേബർ അഥവാ തൊഴിൽ എന്ന് പറയുന്ന സമയത്ത് അധ്വാനശേഷി മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല അല്ലേ. എനിക്ക് ഇന്ന് ആരോഗ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നാളെ ആരോഗ്യം ഉണ്ടാണെന്ന് ഒരു നിർബന്ധമില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എനിക്ക് നാളെ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിലധികം ജോലി എനിക്ക് നാളെ ചെയ്യാൻ പറ്റും, ബട്ട് നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല അല്ലേ. നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. സോ അധ്വാനശേഷി നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അധ്വാനം നൽകുന്നത് തൊഴിലാളികളാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, എൻ്റെ സിക്സ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ 100 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് അവരുടെ അധ്വാനം നൽകുന്നത്. അതിന് ഞാൻ അവർക്ക് എന്ത് നൽകി, കൂലി അഥവാ വേജ് നൽകുന്നുണ്ട് അല്ലെ. അധ്വാനശേഷി തൊഴിലാളികളിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഒരു തൊഴിലാളിയിൽ നിന്ന് അവന്റെ അധ്വാനശേഷി നമുക്കൊരിക്കലും എടുത്തു മാറ്റാൻ പറ്റത്തില്ല അല്ലെ. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അധ്വാനശേഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. നമുക്കിപ്പോൾ ഏതൊരു അധ്വാനമായാലും, ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ കൂടുതൽ പരിശീലനം, എക്സ്പീരിയൻസ് ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ആ ഒരു അധ്വാനശേഷി മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ കായികാധ്വാനമുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ജോലി ചെയ്യാൻ പറ്റും. സോ അധ്വാനം എന്ന് പറയുന്ന രണ്ടാമത്തെ ഫാക്ട് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയിട്ട് ഓർത്തു വെക്കണം. ഒന്നാമത്തേത് ലാൻഡ് ആയിരുന്നു. ലാൻഡിന് നമുക്ക് ലഭിക്കുന്നത് എന്തായിരുന്നു, ലാൻഡിന് നമുക്ക് ലഭിക്കുന്നത് റെന്റ് ആയിരുന്നു. ലാൻഡിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം റെന്റ് ആയിരുന്നു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ലേബർ ആണല്ലോ. ലേബറിന് നമുക്ക് വേജ് അഥവാ കൂലിയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ എന്താണ്, മൂലധനം അഥവാ ക്യാപിറ്റൽ ആണ് അല്ലെ. മൂലധനം അഥവാ ക്യാപിറ്റൽ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ മെഷീൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫാക്ടറി മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാറിന്റെ ടയർ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടും സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കാറിന്റെ ടയറിലേക്ക് ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷീൻസ് എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എന്തിൽ പെടും, നമ്മുടെ മൂലധനം അഥവാ ക്യാപിറ്റലിലേക്ക്. അല്ലെങ്കിൽ ഈ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ട് ഞാൻ ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്, അതൊക്കെ എൻ്റെ ക്യാപിറ്റൽ എന്ന രീതിയിലാണ് വരിക അല്ല. ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും സാധിക്കുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തുക്കളെല്ലാം ചേർത്താണ് നമ്മൾ മൂലധനം എന്ന പേരിൽ വിളിക്കുന്നത്. അത് നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റും അല്ലെ. എങ്ങനെ കാണാനും എങ്ങനെ സ്പർശിക്കാനും പറ്റും. ഇപ്പോൾ എനിക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, ബ്രെഡ് പ്രൊഡ്യൂസിങ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കണം. അതായത് ആദ്യം റൈസ് അല്ലെങ്കിൽ വീറ്റ് നമ്മൾ കൃഷി ചെയ്യുന്നു. വീറ്റ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും, ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു മെഷീൻ ഉണ്ട്, അതും നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത് കാണാനും സ്പർശിക്കാനും സാധിക്കുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെല്ലാം ചേർത്താണ് നമ്മൾ മൂലധനം എന്ന് വിളിക്കുന്നത്. യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, പണം മുതലായവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മൂലധനത്തിലുള്ള പ്രതിഫലമാണ് പലിശ. എന്തൊക്കെയാണ്, യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, പണം, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ മൂലധനത്തിൽ വരുന്നുണ്ടല്ലേ. ഞാനിപ്പം ബാങ്കിൽ നിന്ന് എൻ്റെ കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി 100
കോടി രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് പറയും നിങ്ങൾ എല്ലാ വർഷവും ഇതിന് 10%, അതായത് 10 കോടി രൂപ പലിശയായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നൽകണമെന്ന് പറയും അല്ലേ. സോ ഇത് ഞാൻ എന്തിനു നൽകുന്നതാണ്? എൻ്റെ മൂലധനം 100 കോടി രൂപ എന്ന് പറയുന്ന എൻ്റെ മൂലധനത്തിന് ഞാൻ നൽകുന്ന പ്രതിഫലമാണ്, ബാങ്ക് എനിക്ക് തന്നതിന് നൽകുന്ന പ്രതിഫലമാണ് ഞാൻ എന്ത് പേരിൽ വിളിക്കുന്നത്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന പേരിൽ ഞാൻ അടക്കുന്നതല്ല. ഇതുപോലെ നമ്മുടെ കെട്ടിടങ്ങളായാലും യന്ത്രങ്ങളായാലും ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റ് നൽകി വരുന്നുണ്ട് അല്ലേ. സോ കെട്ടിടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് നൽകി വരുന്നുണ്ട്. എന്തായാലും ഓർത്ത് വെക്കണം, മൂലധനത്തിന് നമ്മൾ എന്താണ് മൂലധനത്തിന് നൽകുന്ന പ്രതിഫലം എന്താണ്? പലിശ അഥവാ ഇൻട്രസ്റ്റ് ആണല്ലേ. ഈ മൂലധനം തന്നെ പ്രധാനമായിട്ട് 3 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് സ്ഥിര മൂലധനമാണ്. ഇപ്പൊ ഒരു ഫാക്ടറി, നമ്മളൊരു ഫാക്ടറി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫാക്ടറി ഒരുപാട് കാലം, ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്കാണ് നമ്മൾ ആ ഒരു ഫാക്ടറി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഫാക്ടറി നിർമ്മിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിര മൂലധനം എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മൂലധനമാണ് നമ്മുടെ സ്ഥിര മൂലധനം അഥവാ പെർമനന്റ് ക്യാപിറ്റൽ അല്ലേ. അത് ഫാക്ടറി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയും. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്, പ്രവർത്തന മൂലധനം, അതത് സമയങ്ങളിലെ പ്രവർത്തന ആവശ്യങ്ങൾക്കുള്ള മൂലധനം. എക്സാമ്പിൾ അസംസ്കൃത വസ്തുക്കളല്ലേ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മാരുതിയുടെ കാറാണെങ്കിൽ മാരുതിയുടെ കാറിന് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയുടെ കാറാണ് അല്ലെങ്കിൽ ടയറാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എനിക്ക് ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലേ. അത് ഞാൻ വാങ്ങി വയ്ക്കുന്നതായിരിക്കും. ഇനി പണമൂലധനം, നമ്മൾ പറഞ്ഞ പണമൂലധനം അല്ലെ, ഈ ഒരു മൂലധന വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയുള്ള പണം മൂലധനം എന്ന രീതിയിൽ നമുക്ക് മണി ക്യാപിറ്റൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് 3 ക്യാപിറ്റൽസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനം വരുന്നുണ്ട്. രണ്ടാമത്തേത് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്, പ്രവർത്തന മൂലധനം. മൂന്നാമത്തേത് മണി വരുന്നുണ്ട് അല്ലെ, പണമൂലധനം വരുന്നുണ്ട്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂലധനം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, ഇപ്പോൾ കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ഭൂമിയൊക്കെ ഞാൻ ഏറ്റെടുത്തു. ആ ഒരു ഭൂമിയിൽ എനിക്കൊരു കെട്ടിടം ഉയർത്തണമെങ്കിൽ ആ ഒരു കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം ഞാൻ അവിടെ ഒരുക്കി കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ കാർ നിർമ്മിക്കണമെങ്കിൽ ആ ഒരു കാറിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ലഭ്യമാക്കി കൊടുക്കണം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, അതിൻ്റെ യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് നമുക്ക് മൂലധനം ആവശ്യമാണല്ലോ. വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ രീതിയിൽ മൂലധനത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ഓർത്തു വെക്കണം. ക്യാപിറ്റലിന് നമ്മൾ നൽകുന്ന പ്രതിഫലം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. സോ മൂലധനത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെ സഹായിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ലാൻഡിനെ ആയാലും അതുപോലെ ലേബറിനെ ആയാലും ഇനി പറയാൻ പോകുന്ന ഓർഗനൈസേഷൻ എല്ലാത്തിനെയും ഒരുപോലെ തന്നെ മൂലധനം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിക്കും അല്ലെ. അതുപോലെ മൂലധനം ചലനാത്മകമാണ്. നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിലേക്ക് മെഷീൻ വാങ്ങിയിട്ട് നമുക്ക് ആ ഒരു മെഷീൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ആ പ്രതിഫലം എന്തായാലും നമ്മൾ പറഞ്ഞത് പലിശ അഥവാ ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലെ. സോ 3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ലാൻഡിന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ലാൻഡിന് നമുക്ക് എന്തായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ലാൻഡിന് നമുക്ക് റെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേബറിന് എന്ത് ലഭിച്ചു? ലേബറിന് വേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ എന്ത് നമുക്ക് ലഭിച്ചു? ക്യാപിറ്റൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിച്ചു അല്ലെ. ഈ രീതിയിൽ 3 കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മുടെ അവസാനത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ അവസാന ഘട്ടമാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ അഥവാ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയല്ലേ. നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു 3 കാര്യങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഈ 3 കാര്യങ്ങളും സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ ടീം ഓഫ് മെമ്പേഴ്സ് അവിടെ വേണം. അതിനെയാണ് നമ്മൾ സംഘാടനം അഥവാ ഓർഗനൈസേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തിയ വ്യക്തിയെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? സംഘാടകൻ അഥവാ സംരംഭകൻ എന്ന പേരിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ടല്ലേ. സോ എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ ടീം ഓഫ് മെമ്പേഴ്സ് വേണം. അതിനെയാണ് നമ്മൾ സംഘാടകൻ അഥവാ ഓൺട്രപ്രണർ എന്ന രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ തുടക്കം പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഭൂമി, തൊഴില്, മൂലധനം. ഇതിനെ 3നെയും സംയോജിപ്പിക്കുന്ന ആരാണ്? സംഘാടകനാണ് അല്ലെ. സംഘാടനത്തിലൂടെ ഇത് 3ഉം സംയോജിപ്പിക്കും. എന്നിട്ട് എന്താണ്? എന്നിട്ട് ഉൽപാദനം നടന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക്
കൺസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഒരു സംഘാടനത്തിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ എന്ത് പേര് വിളിക്കും? ലാഭം അഥവാ പ്രോഫിറ്റ് ആണല്ലേ. ഇപ്പോൾ ഓൺടർപ്രണേഴ്സ്, വലിയൊരു കമ്പനി എക്സ് എന്ന് പറയുന്ന എൻ്റെ കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വരുമാനം എന്താണ്? ഞാൻ അതിൻ്റെ സംഘാടകൻ അല്ലെങ്കിൽ ഓൺടർപ്രണർ അല്ലെങ്കിൽ സിഇഒ ഒക്കെ ആണെങ്കിൽ എനിക്കത് അതിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റിലൂടെയാണല്ലേ. അല്ലാതെ എനിക്കാരും എൻ്റെ കമ്പനിയിൽ എനിക്കാരും വേജും കാര്യങ്ങളൊന്നും എനിക്ക് തരത്തില്ല. ആ ഒരു കമ്പനിയിൽ നിന്ന് ലാഭമായാലും നഷ്ടമായാലും ഞാനത് സഹിക്കണം. ലാഭമാണെങ്കിൽ പ്രോഫിറ്റ് അല്ലേ, നമ്മൾ പ്രോഫിറ്റ് മുന്നിൽ കണ്ടിട്ട് മാത്രമാണ് കമ്പനീസ് ഒക്കെ ആരംഭിക്കുന്നത്. ചിലപ്പോൾ അത് ലോസിനും പോവാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു. നമ്മുടെ ലാൻഡിന് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരുന്നു? ലാൻഡിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം റെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലേബർക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരുന്നു? വേജ് ആയിരുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റലിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷന് അല്ലെങ്കിൽ സംഘാടകന് ലഭിക്കുന്ന പ്രതിഫലം എന്തായിരുന്നു? പ്രോഫിറ്റ് ആണല്ലേ. ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ലാൻഡിന് റെന്റ്, ലേബർക്ക് വേജ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ഈ 4 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഈ കാര്യങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടുമല്ലേ. ഈ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ 3 ഭൂമി, തൊഴിൽ, മൂലധനത്തെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘാടകൻ അവിടെ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉൽപാദനത്തിലൂടെ നമുക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാവുന്നല്ലേ. സോ എന്താണ്, നമുക്കിപ്പോൾ ഇന്നൊരു കാർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നാളെ ഇനി കാറിന്റെ പ്രൊഡക്ഷൻ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഡിമാൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കാർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യല്ലേ. സോ ഇതൊരു ചാക്രികമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയുമാണല്ലേ. ഉൽപാദനം നമ്മുടെ ഏതൊരു എക്കണോമിയുടെ ബേസിക് ആയിട്ട് വരുന്ന കാര്യമാണ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം അല്ലേ. ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് എക്കണോമിയിൽ എല്ലാവർക്കും ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഭൂമി വഴി റെന്റ് വാങ്ങിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഭൂമിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ ലേബർ എന്ന ലേബറായിട്ട് എനിക്ക് അവിടെ വേജ് വാങ്ങിയിട്ട് ജീവിക്കാൻ പറ്റുമല്ല. ഈ ഒരു ലേബർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സാധാരണ കൂലി വാങ്ങുന്ന തൊഴിലാളികൾ എന്ന രീതിയിൽ മാത്രം ചിന്തിക്കേണ്ട. ഏത് സെക്ടർ ആയാലും നമ്മളിപ്പോൾ ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാലും എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ലേബേഴ്സ് എന്ന രീതിയിലാണ്. ആ ഒരു കമ്പനിയുടെ അണ്ടറിലെ ലേബേഴ്സ് ആണ്. കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നൽകുകയാണ്. അവർക്ക് അതിന് ലഭിക്കുന്നത് വേജ്, സാലറി ഒക്കെയാണ് അവർക്ക് ലഭിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ അല്ലേ. ആ ഒരു ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു എക്കണോമിയിൽ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ബാങ്കിനൊക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരുന്നുണ്ട്. നമ്മൾ പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ 4ാമത്തെ സംഘാടനം. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ മുതലാളിയാണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ മുതലാളിയാണെങ്കിൽ എനിക്ക് എന്ത് ലഭിക്കും? പ്രോഫിറ്റ് ലഭിക്കും. ഫൈനലായിട്ട് ലഭിക്കുന്ന പ്രോഫിറ്റ് ലഭിക്കും. സോ ഈ 4 കാര്യങ്ങളും എന്താണ്? ചാക്രികമായിട്ട് ഇങ്ങനെ ഈ ഒരു എക്കണോമിയിൽ, ഏതൊരു എക്കണോമിയിലും, നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല ഏതൊരു എക്കണോമിയിലും നടന്നുകൊണ്ടിരിക്കും. സോ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഒരു കാര്യങ്ങളാണ് നമുക്കിനി ഒന്നുകൂടെ ഫൈനലായിട്ട് പരിശോധിക്കാനുള്ളത്. അതോടുകൂടെ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ അവസാനിക്കുകയാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉൽപാദന ഘടകങ്ങൾ നമ്മുടെ ലാൻഡ് ഉണ്ടായിരുന്നു, ലേബർ ഉണ്ടായിരുന്നു, ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്റർപ്രണർ ഉണ്ടായിരുന്നു അല്ലെ. സോ ഈ ഒരു ഉൽപാദന ഘടകങ്ങൾ ആദ്യം നമ്മുടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഗാർഹിക യൂണിറ്റ് എന്ന് പറയും. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്ത് ചെയ്യും? ഈ ഒരു 4 സേവനങ്ങളും അല്ലെങ്കിൽ ലാൻഡ്, ലേബർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 കാര്യങ്ങൾ മാർക്ക് നൽകും. ഉൽപാദന യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകും അല്ലെ. പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകും. പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതിന് പകരമായിട്ട് എന്ത് നൽകും? പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡ്സിന് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം നൽകും അല്ലെ. ലാൻഡിന് എന്ത് നൽകും? ലാൻഡിന് റെന്റ് നൽകും, ലേബർക്ക് വേജ് നൽകും, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് നൽകും, അതുപോലെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടകന് പ്രോഫിറ്റ് നൽകുക അല്ലെ. ഈ രീതിയിൽ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ഉൽപാദന യൂണിറ്റിലൂടെ നമുക്ക് ലഭിക്കുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ നേടിയെടുക്കും. ആ ഒരു ഗാർഹിക യൂണിറ്റിലേക്ക് അത് ഫൈനലായിട്ട് വരികയാണ്. വീണ്ടും എന്താണ്? ആ ഒരു ഗാർഹിക യൂണിറ്റിൽ നിന്ന് ഉൽപാദന യൂണിറ്റിലേക്ക് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ നൽകിയിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങുന്ന സമയത്ത് ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യും? ഈ ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യല്ല. ഫൈനലായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾ, സാധനങ്ങളും സേവനങ്ങളും എന്ന പേരിൽ നമ്മൾ പറയും. ഓക്കെ, സാധനങ്ങളും സേവനങ്ങളും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ പറ്റുമോ? ഈ ഒരു ഗാർഹിക യൂണിറ്റ് എന്ത്
ചെയ്യും? കാറാണെങ്കിൽ കാർ, അല്ലെങ്കിൽ അരിയാണെങ്കിൽ അരി, ഈ ഒരു സാധനങ്ങൾ സേവനങ്ങൾ ഗാർഹിക യൂണിറ്റ് വാങ്ങും അല്ലെ. ഗാർഹിക യൂണിറ്റ് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കില്ല. നമുക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ ആ ഒരു കാറിനുള്ള എന്ത് നമ്മൾ നൽകണം? വില നമ്മൾ നൽകണം. 1 കിലോ അരി ആണെങ്കിൽ അതിന് എത്രയാണോ വില, ആ ഒരു വില നമ്മൾ നൽകണം. ഇതുപോലെ ഏതൊരു എക്കണോമി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു 4 പ്രോസസ്സുകൾ ഇങ്ങനെ സർക്കുലർ ഫ്ലോ പോലെ കറങ്ങിക്കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായിരുന്നു? ഉൽപാദന ഘടകങ്ങളിലെ ആദ്യം ഹൗസ് ഹോൾഡ് യൂണിറ്റ് അഥവാ ഗാർഹിക യൂണിറ്റ്, ഉൽപാദന ഘടകങ്ങൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഉൽപാദന ഘടകങ്ങൾ ആർക്ക് നൽകും? ഉൽപാദന യൂണിറ്റിന് നൽകും അല്ലെ. ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യും? ലാൻഡിന് റെന്റ് നൽകും, അതുപോലെ ലേബറിന് വേജ് നൽകും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നൽകും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് നൽകും. ആ രീതിയിൽ ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം ആർക്ക്? ഹൗസ് ഹോൾഡിന് പ്രൊഡക്ഷൻ യൂണിറ്റ് നൽകുമല്ല. അതിനുശേഷം എന്ത് ചെയ്യും? ഇതൊക്കെ നേടിയെടുത്തിട്ട് ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, സാധനങ്ങൾ സേവനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അവർ ഹൗസ് ഹോൾഡിന്റെ അടുത്ത് തന്നെ അത് വിപണിയിലെത്തിക്കും അല്ലെ. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഈ ഒരു സാധന സേവനങ്ങളും പൈസ കൊടുത്തിട്ട് എവിടുന്ന് വാങ്ങും? നമ്മുടെ ഉൽപാദന യൂണിറ്റിന്റെ കയ്യിൽ നിന്നും വാങ്ങും. സോ ഈ ഒരു കാര്യം ഇങ്ങനെ ചാക്രികമായിട്ട് ഏതൊരു എക്കണോമി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു എക്കണോമി. ഏതൊരു എക്കണോമി എടുത്തു കഴിഞ്ഞാലും കാണുന്ന ബേസിക് ആയിട്ട് വരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രൊഡക്ഷനും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഫൈനലായിട്ട് എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങളിലെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയായിരുന്നു? ഭൂമി അഥവാ ലാൻഡ്, തൊഴിൽ അഥവാ ലേബർ, മൂലധനം അഥവാ ക്യാപിറ്റൽ, സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ലാൻഡിന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ലാൻഡിന് നമുക്ക് റെന്റ് ലഭിക്കുന്നു. തൊഴിൽ അഥവാ ലേബർക്ക് നമുക്ക് വേജ് ലഭിക്കുന്നു. മൂലധനത്തിന് നമുക്ക് എന്ത് ലഭിക്കുന്നു? മൂലധനത്തിന് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. സംഘാടനം ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ലഭിക്കുന്നു? പ്രോഫിറ്റ് ലഭിക്കുന്നു. ഞാനിത് വീണ്ടും എടുത്തു പറയാനുള്ള കാരണം ഈ രീതിയിൽ ചോദ്യം വന്നതുകൊണ്ടാണ്. സോ ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? ഒരു ഉൽപാദന പ്രക്രിയ നടക്കുമല്ല. ഭൂമി ലഭ്യമായി, ഭൂമിയിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ലഭ്യമായി, അതിനു വേണ്ടിയുള്ള ക്യാപിറ്റൽസ് നമുക്ക് സാധനങ്ങൾ, സാമഗ്രികൾ, അസംസ്കൃത വസ്തുക്കളൊക്കെ ലഭ്യമായി കഴിഞ്ഞാൽ മൂലധനം ലഭ്യമായി. സോ ഇതൊക്കെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘാടകൻ കൂടിയായി കഴിഞ്ഞാൽ ഒരു ഉൽപാദന പ്രക്രിയ നടന്നിട്ട് എന്തുണ്ടാവും? ഫൈനലായിട്ടൊരു ഉൽപ്പന്നം ഉണ്ടാവും അല്ലെ. സോ ഇതാണ് ഏതൊരു എക്കണോമിയിലും, നമ്മുടെ ഇന്ത്യയുടെ ആയാലും അമേരിക്കയുടെ ആയാലും ആഫ്രിക്കയുടെ ആയാലും ഏതൊരു എക്കണോമിയിലും സ്ഥിരമായിട്ട് ചാക്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ പല കാര്യങ്ങളും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്താണ് പ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് എന്തായാലും എക്കണോമിക്സിന്റെ പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്